ഓം ശാന്തി. 28/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ആത്മാവിൽ ലൈറ്റ് വരും. ജ്ഞാനിയായ ആത്മാവ് തിളക്കമാർന്നവരാകുന്നു. നാം എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നാം ഭാരരഹിതരാകുകയും ചെയ്യുന്നു. നമ്മൾ ആത്മാവ് ശുദ്ധമാവുകയും ചെയ്യുന്നു. ഇതിലൂടെ ആത്മാവിൽ ലൈറ്റ് വരുന്നു. ലൈറ്റ് എന്നാൽ ഭാരരഹിതവുമാണ്, എന്നാൽ വെളിച്ചമുള്ളതും ആണ്. വെളിച്ചം എന്നുദ്ദേശിക്കുന്നത് പവിത്രതയാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും ആത്മാവ് പവിത്രമാകുന്നു. ആ പവിത്രത മുഖത്തും പെരുമാറ്റത്തിലും കാണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ തിളക്കമുള്ള ആത്മാവ് അല്ലെങ്കിൽ തിളക്കമുള്ള വ്യക്തി എന്നത് മറ്റുള്ളവർക്കും ശ്രദ്ധയിൽ വരുന്നു. ചോദ്യം: ഏതു കുട്ടികളെയാണ് മായയ്ക്ക് അല്പം പോലും ശല്യപ്പെടുത്താൻ സാധിക്കാത്തത്? ഉത്തരം: ആര് ഉറച്ച യോഗിയാണോ, ആരാണോ യോഗബലത്തിലൂടെ തൻ്റെ സർവകർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കിയത്, ആര് യോഗത്തിൽ തന്നെ ഇരിക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യുന്നത്, അവരെ മായയ്ക്ക് അല്പം പോലും ശല്യപ്പെടുത്താൻ സാധിക്കില്ല. എപ്പോൾ നിങ്ങൾ ഉറച്ച യോഗിയായി തീരുന്നുവോ അപ്പോൾ യോഗ്യരാകുന്നു. യോഗ്യരാകുന്നതിന് പവിത്രത ആദ്യം വേണം. ഏതു കുട്ടികളുടെ അടുത്തേക്കാണ് മായയ്ക്ക് വരാൻ സാധിക്കാത്തത്? ബാബ പറയുന്നു, ഏതു കുട്ടികളാണോ ഉറച്ച യോഗിയായിട്ടുള്ളത്. ഉറച്ച യോഗി എന്നാൽ ഏത് പരിതസ്ഥിതിയിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും അവർക്ക് യോഗത്തിലിരിക്കുന്നതിൻ്റെ അനുഭൂതി തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള ഉറച്ച യോഗിയായിട്ടുള്ളവർക്ക് പിന്നെ ആരാണോ തൻ്റെ യോഗബലത്തിലൂടെ സർവകർമ്മേന്ദ്രിയങ്ങളെയും ശീതളമാക്കിയിട്ടുള്ളത്. കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കുക അർത്ഥം അവർക്ക് കർമ്മേന്ദ്രിയങ്ങളിലൂടെ സുഖമെടുക്കുന്നത് ആത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും, അല്ലാതെ കർമ്മേന്ദ്രിയങ്ങളുടെ കണക്കനുസരിച്ച് ആയിരിക്കില്ല. അതായത് കർമ്മേന്ദ്രിയങ്ങൾ ആത്മാ രാജാവിനനുസരിച്ചേ മുന്നോട്ട് പോകുള്ളൂ, തൻ്റെ ഇഷ്ടപ്രകാരം പോകില്ല. ഇങ്ങനെ ആരാണോ യോഗത്തിൽ തന്നെ ഇരിക്കാനുള്ള പരിശ്രമം നടത്തുന്നത് അവരെയാണ് മായയ്ക്കൊട്ടും ശല്യപ്പെടുത്താൻ സാധിക്കാത്തത്. യോഗത്തിലിരിക്കാനുള്ള പരിശ്രമം എന്നാൽ എന്ത് കാര്യം വന്നാലും വന്നില്ലെങ്കിലും നാം ജ്ഞാന സ്മൃതിയിലിരിക്കുന്നതിലൂടെ നമ്മൾക്ക് ജ്ഞാനത്തിൻ്റെ പലവിധ പോയിന്റുകളുടെ അനുഭവം ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങളുടെ ആധാരത്തിൽ ഞാൻ ആരാണ് എന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് യോഗത്തിൽ തന്നെ ഇരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആരാണോ പരിശ്രമിക്കുന്നത് അതിനനുസരിച്ച് അവർ ഉറച്ച യോഗിയായി തീരുന്നു. ഇങ്ങനെ ഉറച്ച യോഗികൾക്ക് മാത്രമേ യോഗ്യരാകാൻ സാധിക്കുള്ളൂ. യോഗ്യരെന്നാൽ സത്യയുഗത്തിലേക്ക് പോകുന്നതിന് യോഗ്യർ, അവിടുത്തെ ഉയർന്ന പദവി എടുക്കുന്നതിന് യോഗ്യർ. ഇങ്ങനെ യോഗ്യരാകുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടതാണ് പവിത്രത. പവിത്രമാകൂ, യോഗിയാകൂ എന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യം പവിത്രത, അതായത് ശുദ്ധത വേണം. ഈ ശുദ്ധതയിലൂടെയാണ് നമ്മൾ ഉയർന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോൾ ഉത്തമ പുരുഷനാകുന്നതിന് ഓർമ്മയുടെ ബലത്തിലൂടെ ആത്മാവിനെ പവിത്രമാക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. 2. ജ്ഞാനിയായി ആത്മാക്കളെ ജാഗ്രതമാക്കുന്നതിനുള്ള സേവനം ചെയ്യണം. ആത്മാവാകുന്ന ജ്യോതിയിൽ ജ്ഞാനയോഗത്തിൻ്റെ നെയ് ഒഴിക്കണം. ശ്രീമത്തനുസരിച്ച് ബുദ്ധിയെ സ്വച്ഛമാക്കിയെടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഉത്തമ പുരുഷനാകുന്നതിന്
യോഗബലം ആവശ്യമാണ്. യോഗബലം ഉണ്ടെങ്കിലാണ് ആത്മാവ് പവിത്രമാകുന്നത്, ഉത്തമ പുരുഷൻ ആകുന്നത്, ഒപ്പം കർമ്മേന്ദ്രിയങ്ങളും ശീതളമാകുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കുന്നതിനിടയിൽ ഒരു വികർമ്മവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നാം സ്വയം ജ്ഞാനം മനസ്സിലാക്കി ജ്ഞാനിയായി മറ്റുള്ള ആത്മാക്കൾക്കും ഈ ജ്ഞാനം പകർന്നു കൊടുക്കണം. ഇതിലൂടെ അവർ ജാഗ്രതരാകുന്നു. ഇതിനോടൊപ്പം ആത്മാവാകുന്ന ദീപത്തെ പ്രജ്വലിതമാക്കുന്നതിന് ജ്ഞാനയോഗത്തിൻ്റെ നെയ് ഒഴിച്ചുകൊണ്ടിരിക്കണം. ശ്രീമത്തനുസരിച്ച് ബുദ്ധി സ്വച്ഛമാക്കണം. എന്താണോ ബാബ പറയുന്നത് ആ നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ ബുദ്ധി സ്വച്ഛമായി മാറുന്നു, ശുദ്ധമായി മാറുന്നു. വരദാനം: പോയിന്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മനസ്സിനെയും ബുദ്ധിയെയും നെഗറ്റീവിൻ്റെ പ്രഭാവത്തിൽ നിന്ന് സേഫാക്കി വയ്ക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. ഏത് സീസൺ ആണെങ്കിലും ആ സീസണിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അതിനനുസരിച്ച് അറ്റൻഷൻ വയ്ക്കാറുണ്ട്. മഴ വരികയാണെങ്കിൽ കുടയും റെയിൻകോട്ടും തുടങ്ങിയവ വയ്ക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. തണുപ്പ് വരികയാണെങ്കിൽ ചൂടുവസ്ത്രങ്ങൾ വയ്ക്കുന്നു. ഇതുപോലെ ഇപ്പോഴത്തെ സമയത്ത് മനസ്സിലും ബുദ്ധിയിലും നെഗറ്റീവ് ഭാവവും ഭാവനയും ഉൽപ്പന്നമാക്കുന്നതിന് മായ വിശേഷിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനാൽ വിശേഷിച്ചും സേഫ്റ്റിയുടെ മാർഗം സ്വന്തമാക്കണം. ഇതിനുള്ള സഹജ മാർഗമാണ് പോയിന്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ആശ്ചര്യത്തിനും ക്വസ്റ്റ്യൻ മാർക്കിനും പകരം ബിന്ദുവിടുക, അർത്ഥം വിശേഷാത്മാവ് ആകുക. ഇപ്പോൾ മായ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ നെഗറ്റീവായ ഭാവവും ഭാവനയും ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മായയുടെ പ്രത്യേക ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സുരക്ഷിതത്വത്തിനായി നാം തീർച്ചയായും പോയിന്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യണം. ആശ്ചര്യത്തിനും ചോദ്യചിഹ്നത്തിനും പകരം പോയിന്റ് ഇടുകയാണെങ്കിൽ നാം വിശേഷാത്മാവായി തീരുന്നു. സ്ലോഗൻ: ആരാണോ ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും ഹാജരാകുന്നത് അവരാണ് ആജ്ഞാകാരികൾ. ആർക്കാണോ ആജ്ഞ ലഭിക്കുമ്പോൾ തന്നെ തൻ്റെ സങ്കല്പം കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ആ കാര്യത്തിന് ഹാജരാകുന്നത് അവരെയാണ് ആജ്ഞാകാരികൾ എന്ന് പറയുന്നത്. ഓം ശാന്തി.